ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പേപ്പർ ക്യാരി ബാഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ക്രാഫ്റ്റ് ഒട്ടും അറിയാത്ത ആൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കത്രിക നമുക്ക് ആവശ്യമുണ്ട്. ഇതും മറ്റൊരു കളറുള്ള ക്യാരി ബാഗ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുപോലെ നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട്, ഒരു സ്കെയിലും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി റോസ് ഇതിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സ്കെയിൽ അളവിലാണ് ഇപ്പോൾ അളവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സൈസാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിത് 2 കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സെൻറ്റർ കിട്ടുമല്ലോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 ഇതാണ് കേട്ടോ. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 പീസസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം 2 എണ്ണം ഉണ്ടാവുമല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഒന്നിൽ 2 എണ്ണം ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ 2 എൻഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പീസസ് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇത് 4 എണ്ണം നമ്മൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം ആണ് കേട്ടോ അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ 4 പീസസ് ഞാൻ ഇതുപോലെ ഒരുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനൊന്നും പാടില്ല. നമ്മൾ സെയിം ഇതിൽ തന്നെ വെച്ച് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെയിം അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫോൾഡിങ്ങിൽ കണ്ടില്ലേ, ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ ഇതായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ചെയ്താലേ നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയുക ക്രാഫ്റ്റിന് ഭംഗി കിട്ടുന്നുണ്ട്. ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് അല്പം തെന്നി മാറിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മളത് ചുറ്റിയെടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ അടിവശം ഈ ഒരു സൈഡിൽ വരത്തക്ക വിധത്തിൽ വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഒന്നത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് നല്ലപോലെ കമ്പിയാണ്, അതുകൊണ്ട് നമ്മളെ കയ്യിലൊക്കെ കുത്തിക്കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിരിച്ച് ടൈറ്റാക്കി കൊടുക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഈ ഓരോരോ ലീവ്സും ഇതുപോലെ ഒന്ന് എടുക്കുക. ഓരോരോ ലീഫായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് വരുന്നത്. കറക്റ്റായിട്ട് നല്ല ഇതിൽ തന്നെ വലിച്ചെടുക്കുക കേട്ടോ. നല്ല നീറ്റായിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം എന്താ പറയുക, ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇത്തരം സഞ്ചികളൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഇതൊക്കെ ചില സമയത്ത് നമ്മൾ വെറുതെ എന്താ പറയുക കളയാറാണല്ലോ പതിവ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു എന്താ പറയുക ഡെക്കറേഷൻ ആയല്ലോ. അതുമാത്രമല്ല നമുക്കിത് വീട്ടിലിരുന്നൊരു വരുമാനം കൂടി ഉണ്ടാക്കി തരും കേട്ടോ. അതായത് നമ്മളിത് ഇത്തരം ഹാൻഡ് ക്രാഫ്റ്റിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടുകൂടി തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പം സെയിലിന് വേണ്ടിയിട്ടൊന്നല്ല, ഞാൻ വീട്ടിൽ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ. നമ്മൾ സെയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല നീറ്റായിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൽ എന്താ പറയുക സെയിലിങ്ങിലോട്ടൊന്നും അത്ര അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുറച്ചധികം സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിനൊരു എമൗണ്ടും മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല റേറ്റാണ് നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റിന്. ഇത്തരം ഐറ്റംസ് അല്ലാതെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നല്ല റേറ്റ് കിട്ടാറുണ്ടല്ലോ. ഒരു റോസാപ്പൂവിൻ്റെ പോലെ ആയി വന്നിട്ടുണ്ടല്ലേ.
അപ്പോൾ നമ്മൾ നല്ല പോലെ ഇതിങ്ങ് വലിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റോസാപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. കറക്റ്റ് അതിനെ ആ ഒരു ഷേപ്പിൽ തന്നെ കൊണ്ടുവരാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയാണ്. എനിക്ക് എന്താ പറയുക, ഇത്തരം സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പം, അതായത് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയധികം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി കളറിലുള്ളത് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതുപോലെ 2 ഡിസ്പേഴ്സ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനൊരു പോട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒട്ടിപ്പിടിച്ചോളും ഗ്ലൂ ഗണ്ണാകുമ്പം. അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. എനിക്കിപ്പം ഈ ഒരു ഇതിലാണ് ഒട്ടിച്ചെടുക്കാൻ തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫ്ലവറിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ. അത് അവിടെ നിന്ന് ഇളക്കി പോകാണ്ടിരിക്കാനാണ് ഞാൻ കല്ല് വെച്ച് ഇതിൽ ഫില്ല് ചെയ്യുക കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇനി നമ്മളെ പൂവുകളൊക്കെ ഒരുമിച്ച് നമ്മൾ ഈ കമ്പി വെച്ചൊന്ന് ചുറ്റിയെടുക്കുകയാണ്. ഈ കമ്പി തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു കളറാണ് ഈ ഒരു ഇതിന് നല്ലൊരു കളറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 3ഉം കൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ അത് ഈ പോട്ടിലേക്ക് കുത്തി വെക്കുമ്പം ഇത് തെന്നി മാറിപ്പോകുന്നില്ലല്ലോ. ഈ ഫിക്സ് ചെയ്ത് വെച്ച പോലെ തന്നെ അവിടെ ഇരിക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ജസ്റ്റ് ആ കമ്പി കൊണ്ട് തന്നെ വെച്ചൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അതിലേക്ക് കുത്തിയിറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ടത് എന്താ പറയുക, വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഞാൻ തനിയെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റി കളറുള്ളത് കൂടി നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയ കല്ലുകളാണ് കേട്ടോ പൊറുക്കിയിടുന്നത്. ഈ കല്ലുകൾ പൊറുക്കിയിടുമ്പോൾ നമുക്ക് എന്താ പറയുക, അവിടെ ഫിക്സായിട്ട് നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കത് കല്ലുകൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം പുറത്തൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇത് കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പുറത്തൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ കല്ലൊന്നും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഞാനിതൊരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇപ്പം കാണിച്ചത്. ഇനി നമ്മളതിന് ആ പോട്ടിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഇതിൽ നിന്നൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗൈസ്, നമുക്ക് വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് തൊണ്ടയിൽ ചെറിയൊരു ഇത് വരുമല്ലോ. അപ്പോൾ അതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ചെറിയൊരു സൗണ്ടിനൊരു വ്യത്യാസം വരുന്നത് ഇടയ്ക്ക്. കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ ഒരു ചെറിയ ഡിസൈൻ ഞാൻ ഇതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിക്കുന്നതൊന്നും കറക്റ്റ് കാണുന്നില്ല. ഞാനത് ഫുൾ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒട്ടിച്ചെടുത്തത് എവിടെയാണെന്നുള്ളതൊക്കെ കേട്ടോ. അത് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പം കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഈ ഒരു ചെറിയ പീസ് ഞാൻ ഒട്ടിച്ചത് ഇതിൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ. ആ ഒരു സെൻറ്റർ ഭാഗത്താണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്ലവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളതൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒരു സ്മൈലെങ്കിലും ഇട്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞാനൊരു എക്സ്ട്രാ ഒരു പോട്ടിൽ ഞാൻ കുത്തി വെച്ചതാണ്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ക്യാരി ബാഗ് വെച്ച് ചെയ്ത ഒരു സംഭവം. അപ്പോൾ ധൻഷി ബേബി ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ. സിമ്പിളായിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ ക്രാഫ്റ്റ് അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെവിടെ വെക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ അതൊക്കെ കണ്ടിട്ടൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.